പ്രായമായെന്ന് പലപ്പോഴും മനസ്സിന് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ് എല്ലാ മനുഷ്യർക്കും. കാരണം നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും സ്വപ്നങ്ങളും അനുഭവങ്ങളുമൊക്കെ അത്രമേൽ യൗവനമാകുമ്പോൾ അല്ലെങ്കിൽ അത്രമേൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വാർദ്ധക്യത്തിൻ്റെ ഫീൽ വരാൻ കുറച്ചുകൂടി മനുഷ്യർക്ക് വൈകിയേക്കും. പക്ഷേ അത് നമ്മളെ അനുഭവിപ്പിക്കുന്ന ഒരു സങ്കടത്തിൻ്റെ കാര്യം വരുമ്പോഴാണ് പലതും നമ്മളിത് തിരിച്ചറിയുന്നത്. കഴിഞ്ഞ 3-4 ദിവസമായി കാണാൻ ഇഷ്ടപ്പെടാതെ, കേൾക്കാൻ ഇഷ്ടപ്പെടാതെ അങ്ങനെ തള്ളി 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 നീക്കുന്ന ഒരു വാർത്തയുണ്ട്. നിസാർ താമരശ്ശേരി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് അറിഞ്ഞ നിമിഷം തന്നെ എന്നെ അറിയിച്ചൊരു വാർത്തയാണ്. ആ സമയത്ത് 3 മക്കളാണ് മരണപ്പെട്ടത്. ഒരു കുടുംബത്തിലെ 4 മാലാഖമാർ, 4 പൂക്കൾ, 4 കുഞ്ഞി പക്ഷികൾ ഒരുമിച്ച് ഒന്നൊന്നായി അങ്ങനെ പറന്നു പോകുമ്പോൾ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അത് പറയാൻ അതിന് ചിലപ്പോൾ ഭാഷയും അതൊന്നും കിട്ടാതെ വരുന്നത് കൊണ്ടും അങ്ങ് പറയാതെ ഇങ്ങനെ നീക്കാമെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് അതിനെ ആശ്വസിപ്പിച്ച് പറയുക, എങ്ങനെയാണ് അതിനൊരു മറുപടി പറയുക എന്നോർത്ത് വേദനിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് കൂടി വായിച്ചപ്പോൾ മനസ്സിനൊരു നമ്മൾ ചിലപ്പോൾ ഒരു തൃപ്തിയും പൊരുത്തവും കിട്ടാതാകുന്നൊരു സന്ദർഭങ്ങളുണ്ട്. ചിലർ ചോദിക്കൂലേ, ദൈവം കാണുന്നില്ലേ, ദൈവം അറിയുന്നില്ലേ, ഇതെന്തൊരു പടച്ചോനാണെന്നൊക്കെ നമ്മൾ ചിലപ്പം അറിയാതെങ്കിലും ഒരു കോണിൽ എവിടെയെങ്കിലും ചില ചിന്തകൾ, ശബ്ദങ്ങൾ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഞാൻ MM അക്ബർ സാഹിബിൻ്റെ കുറിപ്പ് എനിക്ക് അദ്ദേഹം അയച്ചു തരുന്നത്. അതാണതിൻ്റെ ആകെ ആശ്വാസം എന്നെനിക്ക് തോന്നി. അതുമാത്രമാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതും നമ്മൾ കരുതിയിരിക്കേണ്ടതും. അത് ഈ കുറിപ്പിങ്ങനെയാണ്: സ്വർഗത്തിലേക്ക് പറന്നുപോയ 4 പേരെക്കുറിച്ചും ഒപ്പം നമ്മെപ്പറ്റിയും. എൻ്റെ 2 മക്കൾ മരണപ്പെട്ടിരിക്കുന്നു. മരിച്ചവരെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന വല്ല വചനങ്ങളും അള്ളാഹുവിൻ്റെ ദൂതനിൽ നിന്ന് താങ്കൾക്ക് പറഞ്ഞു തരാനുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അബൂ ഹസൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അതെ, ആ കൊച്ചുമക്കൾ സ്വർഗത്തിലെ ദാമീസാണ്. തങ്ങളുടെ മാതാപിതാക്കളെ കണ്ടുമുട്ടിയാൽ ഞാനിപ്പോൾ നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് പിടിച്ചിരിക്കുന്നത് പോലെ മക്കൾ അവരുടെ വസ്ത്രത്തിലോ കയ്യിലോ പിടിക്കും. അള്ളാഹു അവരെയും അവരുടെ മാതാപിതാക്കളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുവരെ അവർ ആ പിടിവിടുകയില്ല. സ്വഹീഹ് മുസ്ലിം. സഹോദരങ്ങളായ മലപ്പുറം കീഴ്ശ്ശേരി പുളിയങ്കോട്ട് മലയൻ അബ്ദുൽ ലത്തീഫിനോടും വടകര കുന്നുമ്മക്കരയിലെ റുക്സാനയോടും കൂടിയുള്ളതാണ് പ്രവാചകൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്തോഷവാർത്ത. അബുദാബിയിൽ വെച്ചുണ്ടായ ദാരുണമായ അപകടത്തിൽ മരണപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ കരളിൻ്റെ കഷ്ണങ്ങളായ 4 പേരെയാണ് അള്ളാഹു തിരിച്ചു വിളിച്ചിരിക്കുന്നത്. അഷാസ് 14 വയസ്സ്, അമ്മാർ 12 വയസ്സ്, അസം 7 വയസ്സ്, അയാഷ് 5 വയസ്സ് എന്നീ ആൺകുട്ടികളെ, കൂടെ അവരെ പരിചരിച്ചിരുന്ന ബുഷ്റയെയും. വല്ലാത്തൊരു പരീക്ഷണമാണിത്. ക്ഷമിക്കുക, സഹിക്കുക. സ്വർഗത്തിൽ നിങ്ങളെ സ്വീകരിക്കാൻ മക്കൾ 4 പേരെയും അള്ളാഹു നേരത്തെ വിളിച്ചുവെന്ന് കരുതിയാൽ മതി. തിരിച്ചു പോകാനുള്ളവരാണ് നമ്മളെല്ലാം. അവർ കുറച്ച് നേരത്തെ പോയി. അവിടെ എത്തുമ്പോൾ തുണികളുടെ അറ്റത്തും കൈവിരലുകളിലും പിടിച്ച് നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് റബ്ബിനോട് വാശി പിടിക്കാൻ 1 അല്ല 4 പേർ. ദുനിയാവിലെ ഉൾക്കൊള്ളാനാവാത്ത നഷ്ടം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തതിനുള്ള സർവശക്തൻ്റെ മഹാപ്രതിഫലം അത് പ്രതീക്ഷിക്കുക. ആ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. ഇന്ന് 6/1/2026 ചൊവ്വാഴ്ച അസർ നമസ്കാര ശേഷം ദുബായ് സോനാപൂരിലെ ഷുഹദാ മസ്ജിദിൽ വെച്ച് ആയിരങ്ങൾ 4 മക്കൾക്കും വേണ്ടി നമസ്കരിച്ചു. അതിനടുത്ത് തന്നെ അവരുടെ കബറടക്കവും നടന്നു. 4 പേരുടെയും കബറിടങ്ങളിലേക്ക് മുകളിൽ മണ്ണിട്ട് അവരുടെ ഉപ്പയും കൂടെയുള്ളവരുമെല്ലാം തിരിച്ചു വന്നപ്പോഴേക്ക് അവർ ആകാശലോകത്ത് സ്വർഗത്തിലെ ദാമീസായി പാറിക്കളിക്കാൻ തുടങ്ങിയിരിക്കും. ചിത്രശലഭങ്ങളെന്നോ കൊച്ചു പക്ഷികളെന്നോ പരിഭാഷപ്പെടുത്താവുന്ന പദമാണ് ദാമീസ്. ദൈവസാന്നിധ്യത്തിൽ പാറിക്കളിക്കുന്ന അവർ ഭാഗ്യവാന്മാർ. രക്തസാക്ഷികളെപ്പോലെ നേർക്കുനേരെ സ്വർഗത്തിലെത്താൻ ഭാഗ്യം ലഭിച്ചവർ. അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ്? അവരുടെ മാതാപിതാക്കൾക്കും ഇതാ സന്തോഷവാർത്ത. 3 കുട്ടികൾ ബാല്യത്തിൽ മരണപ്പെട്ട ഒരു മുസ്ലിമിനെയും അള്ളാഹു അവരോടുള്ള കാരുണ്യത്താൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല. 3 കുട്ടികൾ മരണപ്പെട്ട ഏതൊരു സ്ത്രീക്കും നരകത്തിൽ നിന്നുള്ള പരിചയമായിരിക്കും മക്കൾ. നാവ് കൊണ്ടൊരിക്കലും പൊഴി പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളതാണ് സദ്വാർത്തകൾ. ഖുർആൻ കിഴിച്ചാൽ ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാണ് ഈ നിവേദനങ്ങൾ. മക്കളുടെ വിരഹത്താൽ ദുഃഖിക്കുകയും ഒപ്പം ക്ഷമിക്കുകയും ചെയ്യുന്നവർക്ക് ആശ്വാസമേകുന്ന മൊഴിമുത്തുകൾ. ഇന്നലെ സുഹൃത്തുക്കൾ ഹസൻകുട്ടിക്കയോടും നിയാസിനോടും നൗഫലിനോടും ഷാനുവിനോടും റഹ്മാനോടുമൊപ്പം അബുദാബിയിലെ ആശുപത്രിയിലെത്തി ലത്തീഫിക്കാനെയും റുക്സാനാത്തെയും സന്ദർശിച്ചു മടങ്ങുമ്പോൾ ആലോചിക്കുകയായിരുന്നു, എത്ര കാലം കഴിഞ്ഞാണ് ഈ ആഘാതത്തിൽ നിന്ന് ഒന്ന് കരകയറുകയെന്ന്.
മറിയത്തിൻ്റെ വിയോഗം സൃഷ്ടിച്ച 16 കൊല്ലങ്ങൾക്ക് മുമ്പത്തെ ആഘാതത്തിൽ നിന്ന് ഞങ്ങളിപ്പോഴും മുക്തമായിട്ടില്ല. 3 വയസ്സെത്തുന്നതിന് മുമ്പ് ഞങ്ങളെ പിരിഞ്ഞ അവളോടൊപ്പം ജനിച്ചവരെ കാണുമ്പോൾ ഇപ്പോഴും ഹൃദയം നീറും, കണ്ണുകൾ നിറയും. അപ്പോഴെല്ലാം ഓർമ്മ വരാറുള്ള ഒരു സംഭാഷണമുണ്ട്. അബൂ മൂസൽ അശ്അരിയിൽ നിന്ന് ഇമാം തിർമിദി ഹസനായ സനദോട് നിവേദനം ചെയ്ത അള്ളാഹുവും മലക്കുകളും തമ്മിലുള്ള സംഭാഷണം. അതിങ്ങനെയാണ്: ഒരാളുടെ കുഞ്ഞ് മരണപ്പെട്ടാൽ അള്ളാഹു തൻ്റെ മലക്കുകളോട് ചോദിക്കും, നിങ്ങളെൻ്റെ ദാസൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തോ? അവർ പറയും, അതെ. വീണ്ടും അള്ളാഹു ചോദിക്കും, നിങ്ങളവൻ്റെ കരളിൻ്റെ കഷ്ണമായ കുഞ്ഞിനെ എടുത്തോ? അവർ പറയും, അതെ. അള്ളാഹു ചോദിക്കും, എൻ്റെ ദാസൻ എന്താണ് പറഞ്ഞത്? അവർ പറയും, അവൻ നിന്നെ പുകഴ്ത്തി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, അവനിലേക്കാണ് മടക്കം എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു പറയും, എൻ്റെ ദാസന് സ്വർഗത്തിലൊരു വീട് പണിയുകയും അതിന് ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ വീട് എന്ന് പേരിടുകയും ചെയ്യുക. ലത്തീഫ് ഖാനെയും റുക്സാനാത്തെയും വിശ്വാസികൾ ആശ്വസിപ്പിക്കാനുള്ളത് അതുതന്നെ. ക്ഷമിച്ച് കാത്തിരിക്കുക, നിങ്ങൾക്കായി സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അവിടെ വെച്ച് ആശാസിനോടും അമ്മാറിനോടും അസമിനോടും അയാഷിനോടും അവരുടെ സഹോദരിയോടുമൊപ്പം നിങ്ങൾക്ക് ഉല്ലസിക്കാം. ഒരിക്കലും അവസാനിക്കാത്ത ഉല്ലാസം. അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒപ്പം സഹജീവികളോട് ഇത്തരം വാർത്തകൾ നമുക്കെല്ലാമുള്ള മുന്നറിയിപ്പാണ്. തിരിച്ചു പോകാൻ ഒരുങ്ങിയിരിക്കണമെന്ന മുന്നറിയിപ്പ്. നമ്മുടെ കണക്കുകൂട്ടലുകളും ആസൂത്രണങ്ങളുമെല്ലാം പിഴയ്ക്കുന്ന ദിവസത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. മരണാനന്തര ജീവിതത്തിനു വേണ്ടി ഒരുങ്ങാനായി പല്ലുകൾ പൊഴിയാൻ കാത്തിരിക്കേണ്ടവനല്ല വിശ്വാസി. ഏത് സമയത്താണെങ്കിലും ചിരിച്ചുകൊണ്ട് മരണത്തെ സ്വാഗതം ചെയ്യാൻ കഴിയേണ്ടവനാണവൻ. മക്കളുടെയും പേരമക്കളുടെയും മയ്യത്ത് കട്ടിലുകൾ ചുമക്കേണ്ടി വന്നവർ നമുക്കിടയിലുണ്ട്. എൻ്റെ മറിയയെപ്പറ്റി ഞങ്ങൾക്ക് എന്തെന്ത് സ്വപ്നങ്ങളായിരുന്നു. 4 ആൺകുട്ടികൾക്ക് ശേഷമുണ്ടായ മകൾ, ഞാൻ നിക്കാഹ് കഴിച്ചു കൊടുക്കേണ്ട ആദ്യത്തെയാൾ. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാ ആസൂത്രണങ്ങളും കാറ്റിൽ പറന്നു. ഇഹലോകത്തെ സ്വപ്നങ്ങളെല്ലാം പൊഴിഞ്ഞു. അതാണ് അവസ്ഥ. ജീവിതാസ്വാദനത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ മരണത്തെ മറക്കാതിരിക്കുക. മരണം ഒരു വാതിലാണ്. ആ വാതിൽ നമുക്ക് മുന്നിൽ എപ്പോഴും തുറക്കപ്പെടാം. അതിനപ്പുറത്തുള്ളതാണ് ജീവിതം, യഥാർത്ഥ ജീവിതം, ശാശ്വതമായ ജീവിതം. ഖുർആൻ പറഞ്ഞതാണ് ശരി. അറിയുക, ഇഹലോക ജീവിതം കളിയും വിനോദവും അലങ്കാരവും പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാണ്. ഒരു മഴ പോലെ അതുമൂലമുണ്ടായ ചെടികൾ കർഷകരെ ആശ്ചര്യപ്പെടുത്തുന്നു. പിന്നീട് അതിന് ഉണക്കം ബാധിക്കുന്നു. അപ്പോൾ അത് മഞ്ഞ നിറം പൂണ്ടതായി നിനക്ക് കാണാം. പിന്നീടത് തുരുമ്പായി പോകുന്നു. എന്നാൽ അന്ത്യനാളിൽ കഠിന ശിക്ഷയും അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും പ്രീതിയുമുണ്ട്. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമില്ല. 57-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനമാണ് ഈ കുറിച്ചിരിക്കുന്നത്. കേട്ടില്ലേ? ഇതിനു മുമ്പും പിൻപും ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ ജീവിതം. ഇത്രയുമേ ഉള്ളൂ എല്ലാം. ഈ ലോകം സൃഷ്ടിക്കാൻ തന്നെ കാരണമായി എന്ന് ലോകത്തിൻ്റെ സമാധാനവും ഐശ്വര്യവും അനുഗ്രഹവുമായി സൃഷ്ടിച്ച പ്രവാചകൻ്റെ ജീവിതത്തിൽ പോലും നഷ്ടപ്പെട്ട മക്കളുടെയും ചെറുമക്കളുടെയും ഒക്കെ കണ്ണീരണിഞ്ഞ കഥകളുണ്ട്. അതൊക്കെ ക്ഷമിക്കുന്നതിൻ്റെ പുണ്യം പ്രവാചകൻ ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കാം, നമുക്കും ക്ഷമിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. അവർ അക്ബർ സാഹിബ് എഴുതിയതുപോലെ പാപത്തിൽ നിന്ന് വിമുക്തരാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി മനസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കടലിൽ ഒരു കല്ലിട്ടിട്ട് കടലിൽ എന്തോ സംഭവിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് പോലെയാവും. അവരും പടച്ചവനിൽ അർപ്പിക്കട്ടെ, നമുക്കും.